കോഴിക്കോട് പേരാമ്പ്ര കൂത്താളിയിൽ മൈതാനത്ത് കളിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ അഭ്യാസ പ്രകടനം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കിടയിലേക്കാണ് അജ്ഞാതൻ കാർ ഓടിച്ചു കയറ്റിയത്. കുട്ടികൾ മൈതാനത്ത് നിന്ന് മാറിയതിനാൽ അപകടം ഒഴിവായി. CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, ഇത് അഭ്യാസ പ്രകടനമൊന്നും അല്ല വിളിക്കേണ്ടത്, അതിക്രമം എന്ന് തന്നെ പറയണം. ആ കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് വാഹനം ഓടിച്ച് പരിശീലിച്ചതൊന്നുമല്ല, കരുതി കൂട്ടി തന്നെ ഇങ്ങനെ ഓടിച്ചു കയറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിനീത, ഇന്ന് രാവിലെ 10:45 സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ സ്കൂൾ അധികൃതർ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വെച്ച് പേരാമ്പ്ര പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ വാഹനത്തിന്റെ ഓൾട്ടോ കാറാണ്, ഈ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നാണ് പേരാമ്പ്ര ഇൻസ്പെക്ടർ അറിയിച്ചിരിക്കുന്നത്. അതായത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിന് അവധിയാണ്, കാരണം ഉപജില്ലാ കലോത്സവം നടക്കുകയാണ്. എങ്കിൽ കൂടി സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെ ഫുട്ബോൾ മത്സരത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസ് നടത്താൻ വേണ്ടിയാണ് സ്കൂളിന്റെ മൈതാനത്തെത്തിയത്. കുട്ടികൾ കളിക്കുന്ന സമയത്താണ് ഈ കാർ ഗ്രൗണ്ടിലേക്ക് കയറി വരുന്നത്. കാർ വന്നപ്പോൾ തന്നെ കുട്ടികൾ അവിടെ കളി അവസാനിപ്പിച്ചു. പക്ഷേ കാർ കുട്ടികൾക്ക് നേർക്ക് വന്ന സമയത്ത് കുട്ടികൾ ഭയന്ന് പുറകോട്ട് ഓടുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ 1-2 തവണ കാർ കുട്ടികൾക്കിടയിലൂടെ റൗണ്ട് വയ്ക്കുന്നു, കുട്ടികൾ നേരെ ഓടിക്കുന്നു. അതിനുശേഷം കാർ വീണ്ടും വന്ന ശേഷമാണ് റിവേഴ്സിൽ വീണ്ടും അവിടെ ഗ്രൗണ്ടിലിട്ട് കാർ വട്ടം കറക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുകയും ചെയ്യാം. കുട്ടികൾ ഭയന്ന് ആ ഗ്രൗണ്ടിൽ നിന്ന് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കൂളിംഗ് ഉള്ള ഗ്ലാസ്സാണ് കാറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാറിനകത്ത് എത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ ആരാണ് ഈ കാർ ഓടിച്ചതെന്ന് കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ഗ്രൗണ്ടിലേക്ക് CCTV അവിടെ അധികൃതർ വെച്ചിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ പതിഞ്ഞിട്ടുണ്ട്. പോലീസ് ഏതായാലും ഈ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. വിനീത, ഇത് ഏത് രജിസ്ട്രേഷനുള്ള വാഹനമാണ്? കോഴിക്കോട് തന്നെയുള്ള രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ സിനോജ്? അതെ വിനീത, KL 18 രജിസ്ട്രേഷനാണ് കാണുന്നത്. പക്ഷേ 18 ആണെങ്കിൽ വടകരയാണ്. പക്ഷേ അതിൻ്റെ RC ഓണർ എവിടെയുള്ള ആളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു ഓൾട്ടോ കാറാണ്, 4 വശത്തും ബാക്കിലും കൂളിംഗ് ഒട്ടിച്ച അകത്തിരിക്കുന്ന ആളെ കാണാൻ പറ്റാത്ത രീതിയിൽ, പുറമേ നിന്ന് നോക്കിയാൽ അകത്തിരിക്കുന്ന ആളെ കാണാൻ പറ്റാത്ത രീതിയിൽ കൂളിംഗ് ഒട്ടിച്ച ഒരു കാർ കൂടിയാണ്. കുട്ടികൾ അകത്ത് ആരാണുള്ളത്, എത്ര പേരുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയെങ്കിലും കുട്ടികൾക്ക് അകത്തോട്ട് കാണാൻ സാധിച്ചില്ല എന്നാണ് അധ്യാപകർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടികൾ കളിക്കുന്നത് കണ്ട് മനഃപൂർവ്വം ആ സ്കൂളിലെ ഗ്രൗണ്ടിലേക്ക് വാഹനം കയറ്റി കുട്ടികൾക്ക് നേരെ ഈ വാഹനം ഓടിക്കുന്നതായിട്ട് CCTV ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. 1-2 തവണ ഈ വട്ടം കറങ്ങി കുട്ടികൾക്കിടയിലൂടെയും കുട്ടികൾക്ക് നേരെയും കാർ ഓടിച്ച് വട്ടം കറക്കിയ ശേഷം വീണ്ടും കാറ് അവിടെ കൊണ്ടുവന്നിട്ട് റിവേഴ്സ് എടുത്ത് അഭ്യാസ പ്രകടനം പോലെ കാർ റിവേഴ്സിൽ വട്ടം കറക്കുന്നതും ഓടി പാർപ്പിക്കുന്നതും ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. കുട്ടികൾ പേടിച്ച് ആ ഗ്രൗണ്ടിന്റെ വശങ്ങളിലേക്ക് ഓടുന്നതും ചില കുട്ടികൾ ആ ഗോൾ പോസ്റ്റിന്റെ തൂണിൽ വലിഞ്ഞു കയറി നിൽക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുകയും ചെയ്യാം. ഏതായാലും PTA ഒപ്പം തന്നെ സ്കൂൾ അധികൃതരൊക്കെ തന്നെ പോലീസിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ RC ഓണറെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. വാഹനം ഓടിച്ച ആൾക്കെതിരെ കേസെടുക്കുമെന്നും പേരാമ്പ്ര ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട്. വിനീത, ശരി, നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും കൂടി കാണാം. കുട്ടികൾ കളിക്കുന്നതിനിടയിലേക്ക് കൃത്യമായി തന്നെ വാഹനം ഓടിച്ചു കയറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സിനോജ് പറഞ്ഞതുപോലെ കരുതിക്കൂട്ടി തന്നെ കുട്ടികൾക്കിടയിലേക്ക് മൈതാനത്തേക്ക് വാഹനം ഓടിച്ചു വരികയായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ കാർ നിയന്ത്രണം വിട്ടതോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതോ ഒന്നുമല്ല, ഓടിച്ചു കയറ്റിയത് തന്നെയാണ്. കുട്ടികൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് തലനാഴിഴയ്ക്കാണ് ദുരന്തം ഒഴിവായതെന്ന് നമ്മൾ പറയണം. വടകര രജിസ്ട്രേഷന്റെ വാഹനമാണ്. RC ഓണർ ആരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.